PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യത്തിന്റെ 17ാമത്തെ ഗഡു 2000 രൂപ കൂടി വിതരണ പ്രക്രിയകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയ 4 മാസ കാലാവധിക്ക്, അതായത് ഈ കാലയളവിനുള്ളിലാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ധനസഹായം നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയുള്ള സാഹചര്യത്തിൽ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണമൊക്കെ നേരത്തെ ആക്കുമെന്ന്, അതായത് ഈ ഏപ്രിൽ മാസം തന്നെ നമ്മുടെ കൈവശം എത്തിച്ചേരുമെന്നുള്ള പ്രധാന റിപ്പോർട്ടുകളും ഈ സമയത്ത് വരുന്നുണ്ട്. ഈ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ 5ഓളം വരുന്ന പ്രധാന കാര്യങ്ങളാണ് ഈ സമയത്ത് പങ്കുവെക്കുന്നത്. അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് അതിൽ കൂടി ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് KYC എന്ന ഒറ്റത്തവണ പുതുക്കൽ ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. പുതുക്കലിനുള്ള സമയപരിധി മാർച്ച് മാസം 31 അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഇപ്പോഴും സൈറ്റ് ആക്റ്റീവാണ്. ഏതെങ്കിലും ഗുണഭോക്താക്കൾ ഇത് ചെയ്യാനുണ്ടെങ്കിൽ അവർക്കിത് പൂർത്തീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് ഒറ്റത്തവണ പുതുക്കലാണ്. ഒരിക്കൽ ചെയ്താൽ മതി. പിന്നീട് ഇത് നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മളത് നമ്മുടെ ആധാറൊക്കെ ടൈപ്പ് ചെയ്ത് വീണ്ടും ഇത് പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നൊരു തരത്തിൽ മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കാണ് 16 ഗഡുക്കളും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ്, നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമി ഏതാണോ അത് കൃത്യമായിട്ട് എയിംസ് പോർട്ടൽ മുഖാന്തരം, നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക വകുപ്പിൻ്റെ എയിംസ് പോർട്ടൽ മുഖാന്തരം കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് വേരിഫിക്കേഷൻ നിർവഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാൻഡ് സീഡിംഗ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഈ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കണം. ഇതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു കടമ്പ കൂടിയുണ്ട്. നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ സീഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇത്തരം അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയുള്ളവരാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം 2000 രൂപ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ആനുകൂല്യം ഭാവിയിൽ തിരിച്ചടയ്ക്കേണ്ടി വരുമോ? ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന, അല്ലെങ്കിൽ കർഷകർക്ക് നൽകുന്ന ഒരു സമ്മാനം എന്ന രീതിയിൽ കണക്കാക്കിയാൽ മതി. കർഷകൻ മരിക്കുന്നതോടുകൂടി ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആനുകൂല്യം നിലയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിലവിൽ ആ രീതിയാണ് പിന്തുടരുന്നത്. അടുത്ത അനന്തരാവകാശിക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാളിതുവരെ അതിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് ആ രീതിയിലുള്ള വിതരണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ആനുകൂല്യം വാങ്ങുന്ന കർഷകർ അവർ വാങ്ങിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലവിൽ ഭാവിയിൽ പോലും തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമില്ല. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷിക്കാനുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അവരുടെ കൈവശം 2018-19 കരമടച്ച രസീത് കാണണം. കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ച വർഷമാണത്. ആ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ആ വർഷം കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന കർഷകരെ മാത്രമാണ് പദ്ധതിയിൽ ചേർത്തിട്ടുള്ളത്. ഇനിയും ആ രീതിയിൽ അന്ന് കൃഷിഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് സർക്കാർ ഇതിൽ ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ, അതായത് 2019-20 അല്ലെങ്കിൽ 2020-21 കരമടച്ച രസീത് ഉള്ളവർക്ക്, അന്ന് കൃഷിഭൂമിയൊക്കെ വാങ്ങിയവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഒരു അറിയിപ്പ് പിന്നീട് ഇറക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളവർക്കും കൂടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ 2018-19 കരമടച്ച രസീതുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ കൃഷിഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുമോ? അതായത് വിൽക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് മാറുമോ? സംരക്ഷിത ഭൂമിയായിട്ട് മാറ്റപ്പെടുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അത്തരം നടപടികളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 5ഓളം വരുന്ന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.